എല്ലാ പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസി ടീമിൻ്റെ ഓണാശംസകൾ. ബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെ സ്വാതന്ത്ര്യം അന്വേഷിക്കുന്നതിനപ്പുറത്ത് ടേക്ക് ഇറ്റ് ഈസിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഷോ ഡയറക്ടർ സതീഷിൻ്റെയും മുഴുവൻ ടീമിൻ്റെയും ഒരു അന്വേഷണമാണ് ഈ ഓണക്കാലത്ത് ഇത്തരത്തിലൊരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇതിന് പറ്റിയ ഒരാളെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് സാജൻ്റെ ഒരു അനുഭവം എന്നോട് പറയുന്നത്. സാജൻ വാ. അന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചതെന്നുള്ളത് ഒന്ന് പറയണം. എൻ്റെ സുഹൃത്തിൻ്റെ വീട് ഫ്ലാറ്റിൻ്റെ താഴെ പാർക്ക് ചെയ്തത് എൻ്റെ കാറിൽ ആളെ ഇറക്കി തിരിഞ്ഞു പോകുന്ന ഓട്ടോ റിവേഴ്സ് എടുത്ത് ബാക്കിലൊന്നും ഇടിച്ചു. അപ്പോൾ ഞാൻ വന്നിറങ്ങി നോക്കി. അപ്പോൾ കാണുന്നത് ഈ ഓട്ടോക്കാരൻ ആകെ പരിഞ്ഞു നിൽക്കുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കുറ്റമാണെന്ന് അവൻ ഏറ്റു. ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഒരു തരത്തിലുള്ള തർക്കമോ ന്യായീകരണമോ അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞാൻ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു 10,000 രൂപയാണെന്ന്. അവൻ്റെ പരിങ്ങൽ കേട്ട് അവനോട് ചോദിച്ചേട്ടാ നിനക്ക് എത്ര രൂപ നിന്നെ കൊണ്ട് പറ്റുമെന്ന് വെച്ചു. അവൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞേടാ സാറേ 5,000 രൂപ ഞാൻ തരാം, നിന്നെ കൊണ്ട് പറ്റൂ 5,000 രൂപ തരാം. സാറേ ഞാൻ തരും. ഞാൻ ചേട്ടാ നീ എങ്ങനെ കൊണ്ട് തരും? കടം മേടിച്ചാൽ ഞാൻ കൊണ്ട് തരും സാറേ. അവൻ്റെ ജെന്യൂനിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞേടാ എനിക്ക് വേണ്ട, ഈ പൈസ വേണ്ട, നീ പോകുന്നു. പക്ഷെ പിറ്റേ ദിവസം കൃത്യം 2 മണിയായപ്പോൾ എന്നെ വിളിച്ച് സാറേ ഞാൻ ഫ്ലാറ്റിൻ്റെ താഴെ ഉണ്ട്, സാർ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞേട്ടാ എന്ത്? സാറേ ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ വന്ന് 1000 രൂപ സാറേ എനിക്ക് ഇത്ര ഒപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി ഞാൻ 2 ദിവസത്തിനകത്ത്. ഞാൻ പറഞ്ഞേട്ടാ എനിക്കിത് വേണ്ട, ഇത് വേണമെന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാവാൻ എൻ്റെ സാറേ ഇതെൻ്റെ പൈസ, സാർ ഇത് എങ്ങനെ എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഏങ്ങിക്കോണം കരഞ്ഞുകൊണ്ട് പോയിക്കളാം. അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അഭിലാഷ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. എന്താണ് അഭിലാഷിന് ഫീൽ ചെയ്തത്? എന്താണ്? വളരെ ഹൃദയ നൈർമല്യമുള്ള ഒരു പയ്യൻ. അതുകൊണ്ടാണ് ഞാൻ അന്ന് ചോദിച്ചത് ഇതുപോലെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത്, നമ്മൾ അന്ന് സാജൻ്റെ വണ്ടിയിൽ ഓട്ടോ തട്ടി ആ പയ്യനെ തന്നെ ഇത് സെലക്ട് ചെയ്താൽ പോലെ ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. ഈ ഓണത്തിന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഈ സാജൻ പറഞ്ഞ ആ ഓട്ടോ ഡ്രൈവർക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് അജിത്ത് എന്നാണ്. അപ്പോൾ സാജ അജിത്തിനെ ഒന്ന് വിളിക്കണം, എന്നിട്ട് പറയണം സാജൻ്റെ ഒരു സുഹൃത്ത് ഒരു ഓട്ടോ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു പുതിയ ഓട്ടോറിക്ഷ, അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞ് ഒന്ന് വിളിക്കും. ഹലോ അജിത്ത്. നമ്മുടെ ഓട്ടോ ഡ്രൈവർ അജിത്തിനെ കുറിച്ച് ഞങ്ങളൊരു വിശദമായ അന്വേഷണം നടത്തി. അപ്പോൾ പറഞ്ഞത് അജിത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ഹോട്ടലിൽ സപ്ലയർ, പിന്നെ അതുകൂടാതെ പാചകത്തിൽ സഹായിക്കുന്ന ആൾ, എല്ലാം ഒരു ഓൾ ഇൻ ഓളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഉച്ച വരെ അജിത്ത് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഓട്ടോ വാടകയ്ക്കെടുത്ത് രാത്രി വരെ ഓടുന്ന ആളാണ്. അപ്പോൾ അജിത്ത് വർക്ക് ചെയ്യുന്നത് ഹോട്ടലിൽ ഇതാണ്, അതിൻ്റെ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ വന്ന് സാജൻ നമ്മുടെ അജിത്തിനെ വിളിച്ചിട്ട് നമ്മൾ ഓട്ടോ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് സാജൻ അജിത്തിനെ കൊണ്ടുവരും. സാജൻ ഇപ്പോൾ അജിത്തിനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അജിത്തിൻ്റെ ഹോട്ടലിൽ ചെന്ന് സാജൻ അജിത്തിനെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഓട്ടോറിക്ഷ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തും, ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കാൻ വേണ്ടി. അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ 2-3 സർപ്രൈസുകൾ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഇവിടെ വരും. ഇത് മനോരമയുടെ സ്റ്റുഡിയോ ആണ്. ഇവിടെ അജിത്തും സാജനും കൂടി എത്തിയ ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ ക്യാമറകൾ പല സ്ഥലത്ത് വാഹനങ്ങളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇവർ പോകുന്ന വഴിക്ക് അവരുടെ കൂടെ വേറെ 2-3 കാറുകളിലായിട്ട് ആളുകൾ കൂടെ പോവുകയും നമ്മുടെ ക്രൂ അതെല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്യും. ഈ വണ്ടിക്കകത്തേക്ക് നമ്മുടെ ഷോ ഡയറക്ടർ സതീഷും DOP റോഷനും കൂടി കയറുകയാണ്. എന്നിട്ട് ഞങ്ങൾ ഈ വണ്ടിയെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. കയറിയോ? ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കീ ആയിട്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അത് അവിടെ നിൽപ്പുണ്ട്, സതീഷ്. അപ്പോൾ അവർ വരുമ്പോൾ ഞങ്ങൾ താക്കോൽ പുള്ളിയുടെ കൊടുക്കുന്നു. അങ്ങനെ സാജനും ഇദ്ദേഹവും കൂടി വണ്ടി എടുത്ത് പോകുന്നു. അതിനടുത്ത് നമ്മൾ കാണുന്നത് പെട്രോൾ പമ്പാണ്. ഒന്ന് ഓടിച്ചു നോക്കണേ. പുള്ളി പുതിയ എടുത്തിട്ട് ഇപ്പോൾ മറിച്ചു കൊടുക്കരുത്. അപ്പം പുള്ളിക്ക് ഒരു സംശയം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ
ഇപ്പോൾ ഓട്ടോ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇനി ഇവർ നേരെ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. പെട്രോൾ പമ്പിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിനുജ താ വരുന്നു. അവര് പൊയ്ക്കഴിഞ്ഞു. ആ എല്ലാം സെറ്റായിക്കോ. ഓട്ടോ എടുക്കാൻ സ്വന്തമായിട്ട് ഞാൻ ഈയിടെ ഒരു 2-3 ദിവസം മുന്നേ എപ്പോ ഓടിക്കുന്നില്ലേ അതിന് കുറച്ചൊരു പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഒപ്പിച്ച് പൈസ? അത് ഇവിടെ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു, പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പലിശക്ക് എടുത്തോ? ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ പെട്രോൾ പമ്പിലേക്ക് പോവുകയാണ്. നമ്മൾ പെട്രോൾ പമ്പിൽ ഒരു ചെറിയൊരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പമ്പിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ സെറ്റായിരിക്കുകയാണ്. എൻ്റെ പേഴ്സ് വണ്ടിക്കകത്തായി പോയി. പേഴ്സ് വണ്ടിക്കകത്തല്ലേ ഞാൻ വണ്ടി പോട്ട് സാരമില്ല. ഇതും കണ്ടു. പുതിയ ഓട്ടോ ആണോ? ഓണം ആയതുകൊണ്ട് പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്കൊരു പ്രത്യേക പരിപാടി ഉണ്ട്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതാ ആകെ ഓട്ടോയാ? അല്ല ഇത് എൻ്റെ അല്ല, അവനിപ്പോൾ എൻ്റെ അല്ല, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയാ. ഓടിക്കുന്നവരൊക്കെ ഇനി സ്ഥിരമായിട്ട് ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമറാണ്. ഇനി സ്ഥിരമായിട്ട് കാണാൻ വേണ്ടിയാണ്. ഇടയ്ക്ക് ഇവിടെ തന്നെ വരണം. വെച്ചോടാ, നീ വെച്ചോടാ. ഓണമായിട്ട് നിനക്ക് കിട്ടിയത് നീ കയറണം. ഓട്ടെ. താങ്ക് യു സർ. വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പുള്ളി പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ചെറിയ ഒരു കുഞ്ഞ് സർപ്രൈസ് പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയാണ്. അതൊരു ബേക്കറിയാണ്. എത്ര ആൾ കൊടുക്കണം മുതല്? എങ്ങനെ കൊടുക്കൂടാ? നീ ഇതേപോലെ എൻ്റെ വണ്ടി പോയി ഇടിക്കുന്ന 4 വണ്ടി ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലേ? അത് നന്നായി അത് കൊള്ളാം. $1.20 അടച്ച് കുഴയുമല്ലോ. ഷറഫെ അവരിതാ ബേക്കറിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബേക്കറിയിൽ അവിടെ നിർത്താമെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇതാ ബേക്കറി നീ ഞാൻ വിളിച്ചില്ലായിരുന്നല്ലോ. വാ നീ. എന്താ വലിയ ആളാണോ ചെറിയ ആളാണോ എന്നൊക്കെ തീരുമാനിക്കുന്നവരെ ചേട്ടാ ചായ ഞാൻ ഇത് നമ്മുടെ ആശാനോട് പറഞ്ഞു, ഇങ്ങനെ വണ്ടി ഇടിച്ച് ഇവയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്നെയോ? എന്തിനാ ഇടിക്കാനാണോ? ഇതുപോലെ വലിയ വണ്ടിക്ക് ഇടിച്ചിട്ട് കടലെല്ലാരും അറിഞ്ഞു, ഞാൻ എല്ലാരും പറഞ്ഞു. ഞങ്ങൾ ഐസ്പ്ലാനറ്റോട്ട് പോയാണ്. നമ്മുടെ ഓണം പ്രമാണിച്ചേ
നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 25ാമത്തെ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്നത്. ആ, നിങ്ങളാണ് 25ാമത്തെ കസ്റ്റമർ. അപ്പോൾ എന്തായി നിങ്ങളപ്പോൾ ഇന്ന് ലക്കിയാണല്ലോ നിങ്ങൾക്ക്. വണ്ടി എടുത്തോണ്ട് പെട്രോൾ പമ്പിൽ ചെന്നു. അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടിയാന്ന് പറഞ്ഞ് അവിടെ നിന്ന് വണ്ടി വണ്ടി പുറകുവശത്തേക്ക് ഇന്ന് നിങ്ങൾ ലക്കി. എന്തുകൊണ്ട് നിങ്ങൾ ലക്കിയാണെന്ന്. നീ കൊള്ളാലോ, നീ എന്നെ കൊണ്ട് ഭീകര ഇറങ്ങായി പോയല്ലോടെ ഇന്ന്. അണ്ണം പിടിയാണ്. നീ ഓണപ്പരിപാടി തന്നെ കേട്ടോ നിനക്കുള്ളത് തന്നെ. നീ തന്നെ ഇറങ്ങണേ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മുട്ടുസൂചി പോലും ലോട്ടറി ചെയ്തില്ല. പറ. അത് അവിടെ രണ്ടുപേര് കാക്കി കുപ്പായിട്ടിരിക്കുന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ പോലീസ്. ഇത് നമ്മുടെ 3ാമത്തെ ഇൻസിഡൻ്റ് ആണ്. ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ രണ്ടുപേര് പോലീസുകാരുടെ വേഷമിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ വരുന്ന സാധനയും മറ്റു സുഹൃത്തിനെയും കൂടി അവരിവിടെ വെച്ച് പിടിക്കുന്നതാണ്. നിന്റെ നാളേതാ കേട്ടാ? നല്ല സമയമായിരിക്കും, നോക്കണേ. ലോട്ടറി എടുക്കുന്ന പോകുന്ന വഴിക്ക് ബാക്കിൽ വരുന്നു. ഇതേ പിടിച്ചു, കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചവിട്ടറാ വണ്ടി, അവിടെ ചവിട്ടാൻ. വണ്ടി കൈ കാണിച്ച ഇതെന്താ ഡോക്ടറാ? നീ ഡ്രൈവറാ? ഡ്രൈവർ അല്ലേ നീ? ആ, നിങ്ങളാരാ? ഓണറിൻ്റെ ഫ്രണ്ട്. നിങ്ങളങ്ങോട്ട് മാറിയല്ലേ സംസാരിക്കും. ഈ വണ്ടി ശരിക്കും നീ എവിടുന്നേലും മോട്ടിച്ചിട്ട് വന്നാണത്? സാറേ നമ്പർ, സാറേ ഷോറൂമിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ സാറേ ഈ നമ്പറല്ലേ നമ്മൾ നോക്കിയേ? KL04 ഷോറൂമിൽ ഒന്ന് വിളിച്ചേ. ഇതെപ്പോഴാണ് നീ വണ്ടി ഷോറൂമിൽ നേരത്തെ? എടാ ഇന്നലെ പോയ വണ്ടി ആയത്. ആ, ഇന്നലെ മിസ്സിംഗ് ആയ വണ്ടി ആയത്. എടാ കഴിഞ്ഞ ദിവസം ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് പോയത് എവിടെ നിന്നായിരുന്നു? ആലപ്പുഴയിൽ നിന്ന്. എടാ നീ അഡ്വക്കേറ്റ് പഠിച്ചതാണെന്നല്ലേ പറയട്ടെ. ഇത് വൈറ്റില്ല. അങ്ങനൊന്നും ഇല്ലടാ, ഞാൻ അങ്ങനെ പറയുമോ? നീ എന്താ പറയുന്നത്? നമുക്ക് ശരിയാക്കാം, നീ ടെൻഷൻ അടിക്കാതെ. പൈസ വരട്ടെ. എങ്ങനെ കള്ളവണ്ടി വല്ലോ? എടാ ഈ ആണോ? എനിക്കറിയത്തില്ലല്ലോ. ആണോ? അവരെ വിളി ഉള്ള ഇതിന്റെ ആരാന്ന് വെച്ചാൽ അവരെ വിളി. അങ്ങേറെ നമ്പർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ മനോരമ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഞാനൊരു SIയുടെ ഡ്രസ്സ് ഇടും. എന്നിട്ട് ഞാൻ SI ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ വിളിക്കുമ്പോൾ ഇവർ SIയുടെ അടുത്തേക്ക് സാധനൻ്റെ സുഹൃത്തിനെയും കൂടെ കൊണ്ടുവരുന്നത്. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് നീ കൊണ്ട് കൊടുത്ത എത്ര രൂപ കിട്ടുന്ന കമ്മീഷൻ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. വെള്ളം റിലാക്സ് ചെയ്ത് കുഴപ്പമില്ല. എഴുന്നേരെ നീ വണ്ടി കയറിയിരുന്നോ? വലിയ ടെൻഷനൊന്നും അടിക്കണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. അവനെ കൊണ്ടുപോകുന്നു. നീ എത്ര നാളായി ഇവനായിട്ട് പരിചയപ്പെട്ടത്? 1 മാസം. അങ്ങനെ ഒരു പരിചയം വന്നപ്പോൾ നീ വിളിച്ചെണ്ണേ പോയത്? എടാ നിനക്ക് അവനെ അറിയാമോ കൃത്യമായിട്ട്? അറിയത്തില്ലല്ലേ? അപ്പോൾ SI ആയിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഇനി നമ്മുടെ ഗസ്റ്റ് കൂടി വന്നാൽ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനയും സുഹൃത്തിനെയും നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഹലോ, എടോ പിടിച്ച് നിർത്തിയിരിക്കുന്നവരെ നമുക്ക് വേണ്ടപ്പെട്ടൊരു കക്ഷിയുടെ ഒരാളാണ് അത്. ശരി സാർ, ശരി. അപ്പോൾ ഞാനിപ്പോൾ അവരെ വിളിച്ചിട്ട് അവരെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ്സിനകം അവരിവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ജോയ് സാറേ, SI സാർ വിളിച്ചാൽ സാർ അവിടെ സൈറ്റിൽ നിൽക്കുന്ന ഇൻവെസ്റ്റിഗേഷനായിട്ട്. അപ്പോൾ ഇവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സാറ് വണ്ടി കയറാൻ പറഞ്ഞു.
ഓട്ടോ കയറി അകത്ത് കയറിയാ? ഓട്ടോ അകത്ത് കയറിയോ? എന്താ പേര്? എന്താ സംഭവം? എന്താ ഏതാരാ? എന്താ പ്രശ്നം? ബാക്കി എന്താ സാധനങ്ങളൊക്കെ? ആ അല്ല അല്ല നോക്കണ്ട, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. എന്താ എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ സംസാരിക്കാതെ. എന്താ പേരെന്താ? അജിത്തോ? എവിടെ വീട്? അപ്പോഴേ ഇത് മനോരമയുടെ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഇത് ഒപ്പിച്ചേരാന്നറിയാമോ? ഇദ്ദേഹം ഇതാ ഒരു ക്യാമറ അവിടെ ഉണ്ട്. പേടിച്ചു പോയോ? ഇവർക്ക് എല്ലാം അറിയാലോ, കണ്ടിട്ടില്ലേ? അങ്ങോട്ട് മനസ്സിലായില്ല. എടുക്കരുത്. ഒരു ചെറിയൊരു സമ്മാനം ഉണ്ട് എൻ്റെ വരെ. ഹാർട്ട് ബീറ്റ് ഉണ്ട്, പടപടപടാന്നിരിക്കുക. ആണോ? സമാധാനിച്ചോ? വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് സാധനങ്ങൾ ഇദ്ദേഹമാണ് ഇതെല്ലാം ഒപ്പിച്ചത്. സാജൻ ആ സമ്മാനം വാങ്ങിച്ചിങ്ങോട്ട് കൊടുക്കൂ. ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ സമ്മാനം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരി, വിട്ടോ. ഓക്കെ. അതെ, വേറെ ദിവസം വന്ന് വാ. അജിത്തിനെ വേറൊരാൾ കൂടി ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ആ പരിചയപ്പെടാനുള്ള ആളിനെയും കൂടെ ഞാൻ വിളിക്കട്ടെ. ഇതുപോലെ എന്തെങ്കിലും ആണെന്നാണോ? ആരാണെന്നറിയാലോ? റീമയ്ക്ക് എന്തോ പറയാനുണ്ട്. നോർമലായില്ലേ? രണ്ട് അതേ ആയിരിക്കുന്നതൊക്കെ 1, 2, 3 സമ്മാനങ്ങൾ. ഒരു കാര്യം പറയാനുണ്ട്, അത് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ കഥ മൊത്തം കേട്ടിട്ടുണ്ട്, എന്താ ഉണ്ടായെന്നൊക്കെ. ഒരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്ന് കാശ് തന്നു എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ പോയപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇടിച്ച വണ്ടി അത് കൊടുത്തിട്ടേ പറ്റില്ല, എങ്ങനെയെങ്കിലും കൊടുക്കും. എങ്ങനെയും കൊടുക്കും അല്ലേ? അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ.
അല്ല നമ്മൾ പലപ്പോഴും ഞങ്ങൾ ആലോചിക്കും ഫേസ്ബുക്കിലൊക്കെ ഓരോ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോഴേ ആൾക്കാരെന്താ ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കും ചില സമയത്ത്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും കുഴപ്പമില്ല, ഇങ്ങനത്തെ നല്ല ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ ചുറ്റും. ഒരു ചെറിയ ഗിഫ്റ്റും കൂടി, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അതെ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്. ഇത്രയൊക്കെ നിങ്ങൾ കൊടുത്ത സ്ഥിതിക്ക് ഒരു ഗിഫ്റ്റ് എന്റെ വക. ആണോ? ഓണമായിട്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. മനോരമയുടെ വക ഇനി സ്വന്തമായി ഓടിക്കാൻ ഒരു ഓട്ടോ. ഒന്ന് മാറിയേ, ഒന്ന് മാറിയേ. വരൂ. അജിത്തിന് ഓണസമ്മാനമായിട്ട് ആപ്പെ പിയാജിയോ നൽകുന്ന ഒരു ഓട്ടോറിക്ഷ മനോരമ സമ്മാനമായി കൊടുക്കുകയാണ്. ഇതിന്റെ കാരണക്കാരൻ കൂടെ അവിടെ ഉണ്ട്. ഒരു സാറിന്റെ വണ്ടിയിലാണ് കൊണ്ടുപോയി ഇടിച്ചത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് റീമയുടെ വക വീട്ടിൽ കൊണ്ടാക്കണം. ഓക്കെ, 100 രൂപ റേറ്റും പറഞ്ഞു എഴുതി. ഓക്കെ, ശരി. അപ്പോൾ എടുത്തോളൂ.